الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറപ്പ് അവൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനായി അവൻ നിശ്ചയിച്ചിട്ടുള്ള ജീവിതപാതയിലൂടെ ജീവിച്ച് മരിക്കുവാൻ നമ്മളെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിദിരിമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ ജീവിതം ഹിജ്റ സംഭവിച്ച് 9 വർഷം കടന്നുപോയി. അതിനിടയിൽ ഫത്ഹ് മക്ക അടക്കം സംഭവിച്ചിട്ടുണ്ട്. നല്ല നല്ല സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ അടയാളങ്ങൾ ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഹിജ്റയുടെ 9-ാമത്തെ വർഷം മദീനയിൽ കടുത്ത വരൾച്ചയുണ്ടായി. വല്ലാത്തൊരു ക്ഷാമം മദീനയെ പിടിപെട്ടു. അതോടൊപ്പം കാലാവസ്ഥ കഠിനമായ ചൂട് കൊണ്ട് മദീന പൊറുതിമുട്ടി. ജീവിത സാഹചര്യങ്ങൾ പ്രയാസപ്പെട്ടു. ജീവിക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ച് ഒരു വിവരമറിയിക്കുന്നുണ്ട്. അകലെ റോമായുടെ സൈന്യത്തെ നേരിടാൻ യാത്ര പുറപ്പെടണം. അന്നത്തെ സിറിയയുടെ അതിർത്തിയിൽ കിടക്കുന്ന തബൂക്ക് എന്ന് പറയുന്ന സ്ഥലം, അതുവരെ പോകണം. ഒരു യുദ്ധമാണ് റോമൻ സൈന്യത്തോട് നമുക്ക് മുമ്പിലുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് ശിരസ വഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഭക്ഷണത്തിന് പൊറുതിമുട്ടുന്ന കാലം, പ്രത്യേകിച്ച് വാഹനം ഇല്ലാത്ത ഒരു പ്രയാസം. ഒരുപാട് ദൂരമുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ. തബൂക്ക് വരെ പോകാൻ അവരുടെ അടുത്ത് വാഹനങ്ങളില്ല. ശക്തിയുള്ള ഒരു വൻ സൈന്യമാണ് റോമയുടെ. അവരുമായി നേരിടാൻ ആയുധബലവും പോരാ. ഭക്ഷണത്തിന്റെ അപര്യാപ്തത, യാത്രാ സൗകര്യത്തിന്റെ പ്രയാസം, യുദ്ധമായപ്പോ ആയുധത്തിന്റെ അപര്യാപ്തത, എല്ലാ അർത്ഥത്തിലുമുള്ള പ്രയാസങ്ങൾ.
അതോടൊപ്പം കാലാവസ്ഥയുടെ വല്ലാത്ത ഒരു പ്രതിസന്ധി. അതിശക്തമായ ചൂടുകൊണ്ട് മദീന പൊറുതിമുട്ടുന്നു. യാത്രയൊക്കെ വളരെ പ്രയാസമായി തോന്നുന്ന കാലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ട സാമ്പത്തിക ശേഷി നേടിയെടുക്കുവാൻ വേണ്ടി അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളോട് യുദ്ധം മുതൽ അതിലേക്ക് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ സംഖ്യ കൊടുത്തു എന്ന് കാണുന്നു. ചോദിച്ചു, ബാക്കി വല്ലതുമുണ്ടോ വീട്ടിൽ? അപ്പൊ പറഞ്ഞു, ഇതിന്റെ നേർപാതിയുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വേറെ ഒരു സംഖ്യ കൊടുത്തു. അത് വളരെ ചെറുതാ, പക്ഷെ ഒരു ചോദ്യമുണ്ട്, ബാക്കി വല്ലതുമുണ്ടോ വീട്ടിൽ? കണ്ണ് നിറയുന്നൊരു മറുപടിയുണ്ട്, അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഉണ്ട്. ബാക്കിയൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്ന, പ്രതിസന്ധി നിറയുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ഒരു ദൂതൻ കടന്നു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്നാണ് അയാൾ വരുന്നത്. വന്നിട്ട് 1000 ദീനാറിന്റെ ഒരു കിഴി റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത് ഉസ്മാൻ തന്നതാണ്, അഫ്ഫാന്റെ മകൻ ഉസ്മാൻ തന്നതാണ്. ആ പണം കണ്ട നബി അത്ഭുതപ്പെട്ടു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ പണക്കിഴിക്ക് പ്രവാചകൻ ഖബ്ബലൻ നബിയു, പ്രവാചകൻ ഉമ്മ വെച്ചു. അത്രമേൽ ദാരിദ്ര്യം. പിന്നെ ദൂതൻ പറഞ്ഞു, ഉസ്മാന്റെ ദൂതൻ 100 ഒട്ടകം ഉസ്മാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. പ്രതിസന്ധി നിറഞ്ഞൊരു കാലം, പ്രയാസം നിറഞ്ഞൊരു കാലം, കാലുഷ്യത്തിന്റെ പ്രതിസന്ധിയുടെ ഒരു കാലം. പക്ഷേ യുദ്ധം നിയമമായി വന്നിട്ടുണ്ട്. തബൂക്ക് വരെ പോകൽ നിർബന്ധമാണ്. അപ്പോഴേക്ക് കപട വിശ്വാസികൾ ഫിത്നയുണ്ടാക്കി. ഏത് കാലത്തും അങ്ങനെയാണ്. ഒരു ഒഴുക്കിനെതിരെ അവർ ഫിത്നയുണ്ടാക്കും, ഒരു കൂട്ടായ്മക്കെതിരെ അവർ ഫിത്നയുണ്ടാക്കും, ഒരു നന്മയുടെ വിളിയാളത്തിന് നേരെ അവർ ഫിത്നയുണ്ടാക്കും. അവര് പറഞ്ഞിരുന്നു, ലാ തൻഫിറൂ ഹർറാ, ഇത്ര ചൂടുള്ള കാലത്ത് ഇങ്ങട്ടാ പോണത്? എന്തൊരു യാത്ര, എന്തൊരു പ്രയാസം, എന്തൊരു ദുരിതം. പക്ഷെ പോകാൻ നിയമമാണ്. അങ്ങനെ പോവുക. പോണ പോക്കില് പാതി വഴിയിൽ ചില സഹാബിമാർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറയുന്നു, അള്ളാന്റെ റസൂലേ, അതിശക്തമാണ് ചൂട്, കാലാവസ്ഥയുടെ ചൂട്, പതക്കുന്ന സൂര്യന്റെ ചൂട്, മണൽപ്പരപ്പിന്റെ ചൂട്. യുദ്ധത്തിനുള്ള യാത്രയായപ്പോ ജീവിതത്തിന്റെയും മരണത്തിന്റെയും വേപതു കൊള്ളുന്ന ഹൃദയത്തിന്റെ കാഠിന്യത്തിന്റെ ചൂട്. ഇങ്ങനെ ഒരുപാട് ചൂടുകളുമായിട്ട് അവര് പ്രതിസന്ധി മുട്ടിയപ്പോ ഒരു സഹാബി വന്ന് പറഞ്ഞു, ഇത് വല്ലാത്തൊരു ചൂടാണ്, ഈ യാത്ര ഒന്ന് മാറ്റിവെക്കാൻ കഴിയുമോ നബിയേ? അപ്പോഴേക്ക് നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ അലങ്കൃതമാവുകയാണ്. ലോകത്ത് വഹയ് പിന്നെയും സംഭവിക്കുകയാണ്. ലോകത്തിന് പരിഹാരം പിന്നെയും നടമാടുകയാണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഈ ചൂടിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂട് എന്ന് നബിയെ നിങ്ങളവർക്ക് മൊഴിഞ്ഞു കൊടുക്കണം, നിങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കണം. തബൂക്ക് വരെ പിന്നെ ഞങ്ങളൊന്നും മിണ്ടിയില്ല എന്ന് സഹാബിമാർ പറയുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ചൂടിന്റെ കാഠിന്യം എല്ലായിടത്തതാ ചർച്ച. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട്, എന്തെല്ലാം സംവിധാനങ്ങൾ, എയർ കണ്ടീഷൻ ഉണ്ട്, ഫാൻ ഉണ്ട്, കൂളറുണ്ട്. പറ്റാവുന്ന മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടുത്തത്തിന്റെ ആധുനിക സൗകര്യങ്ങളുടെ പൊറുദീസയുടെ പ്രവാഹമുണ്ട്. എന്നിട്ടും വല്ലാത്തൊരു പ്രയാസവും വല്ലാത്തൊരു പ്രതിസന്ധിയും. രാത്രിയൊക്കെ കറണ്ട് അങ്ങോട്ട് പോയാലുള്ള ഒരു അവസ്ഥ എന്താണ്? അത്രമേൽ ജനങ്ങൾ പ്രയാസപ്പെടുന്നു, അത്രമേൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. എത്രയോ ദൂരെയാണുള്ള സൂര്യനെ സംവിധാനിച്ചിട്ടുള്ളത്. 150 ദശലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറത്ത് റബ്ബ് സംവിധാനിച്ച അത്ഭുതമാണ് സൂര്യൻ. അത് കൂടുതൽ വല്ലാതെ അകലാനും പാടില്ല, അത് വല്ലാതെ അടുക്കാനും പാടില്ല. ആ ഒരു തലത്തിൽ അത് നിൽക്കുമ്പോൾ മാത്രമേ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനാകൂ. അള്ളാന്റെ സംവിധാനമാണ്.
അള്ളാഹു റബ്ബാണ്, അള്ളാഹു അലീമാണ്, അള്ളാഹു ഹക്കീമാണ്. അള്ളാഹു മനുഷ്യരെ പോറ്റുന്നവനാണ്, പടിപടിയായി മനുഷ്യന് വേണ്ട സകല സംവിധാനങ്ങളും ഒരുക്കുന്നവനാണ്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചൂടിന്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട് മഹ്ശർ, വിചാരണയുടെ നേരം, ചെയ്തു കൂട്ടിയ നന്മ തിന്മകൾക്ക് പ്രതിഫലം കിട്ടാൻ ആളുകൾ കാത്തിരിക്കുന്ന നേരം. അപ്പോ സൂര്യൻ അടുത്തു വരികയാണ്. ജനങ്ങളൊക്കെ വിയർപ്പിൽ മുങ്ങുകയാണ്. ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. വിയർപ്പിൽ മുങ്ങിയിട്ട് കാലിന്റെ ഞെരിയാണി വരെ വിയർപ്പ്. വെള്ളം കെട്ടി നിന്ന കഥയല്ല പറയുന്നത്, ഹദീസാണ് ഈ പറയുന്നത്. മുത്തഫഖുൻ അലൈഹിയായ നിവേദനമാണ്. ബുദ്ധിക്കോ ചിന്തക്കോ അപ്പുറാണിത്. കാലിന്റെ ഞെരിയാണി വരെ വിയർപ്പ്. അങ്ങനത്തെ കുറെ ആളുകൾ. കുറച്ചപ്പുറത്ത് നോക്കുമ്പോ വമിൻഹും മൻ യബ്ലുഗു അർഖുഹു ഇലാ നിസ്ഫിസ് സാഖ്, കണങ്കാല് വരെ ഉയരത്തിൽ വിയർപ്പ്. വമിൻഹും മൻ യബ്ലുഗു അർഖുഹു ഇലാ റുക്ബതൈഹി, കാലിന്റെ മുട്ടുകാല് വരെ വിയർപ്പ്. വമിൻഹും മൻ യബ്ലുഗു ഇലൽ ഖാസിറ, അരക്കെട്ട് വരെ വിയർപ്പ്. അങ്ങനത്തെ ഒരു കൂട്ടർ വേറെ. വമിൻഹും മൻ യബ്ലുഗു അർഖുഹു ഇലാ മൻകിബൈഹി, ചുമല് വരെ വിയർപ്പ്. അങ്ങനത്തെ ഒരു കൂട്ടർ. വമിൻഹും മൻ യബ്ലുഗു അർഖുഹു ഉനുഖ, അവരുടെ കഴുത്ത് വരെ വിയർപ്പ്. വമിൻഹും മൻ യബ്ലുഗു അർഖഹു അൽ വസത, അവരുടെ വായ വരെ വിയർപ്പ്. അങ്ങനെ ഒരു സംഗതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു തരിക. ഭീകരമായ ചൂടിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഓരോരുത്തരുടെയും പ്രവർത്തിക്കനുസരിച്ചാണത്രേ അല്ലാഹു വന്നത് സംവിധാനിക്കുന്നത്. കൂടുതൽ തിന്മ ചെയ്തവന് ആകെ മൂടുന്ന വിയർപ്പ്. തിന്മയുടെ അളവിനനുസരിച്ച് അതിന്റെ തോതിങ്ങനെ കുറയുന്ന മഹ്ശർ എന്ന വിചാരണയുടെ ലോകം മനുഷ്യന് താങ്ങാനാകുന്നതിലപ്പുറം അതിശക്തമായ ചൂടിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടുമ്പോ, ഇനി വിചാരണ തീരുമ്പോ അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണെങ്കിൽ അവനിടുന്ന നരകത്തിന്റെ ഭീകരമായ ചൂടിന്റെ കാഠിന്യം. തീനാളങ്ങളുടെ ചൂട് കാണുമ്പോ സഹാബിമാര് വന്ന് പറയുമത്രേ, നബിയേ, ഈ ചൂട് ധാരാളമാണ്, എന്നിട്ട് നരകത്തിന് ഇതിനേക്കാൾ 70 ഇരട്ടി ചൂടോ എന്ന് അവർ കൗതുകം പറയും. ഇത് തന്നെ മതിയല്ലോ നബിയെ. അപ്പൊ റസൂലുള്ളാഹി പറയും, അല്ലാഹു സംവിധാനിച്ചു കഴിഞ്ഞു, ഈ ചൂടിനേക്കാൾ 70 ഇരട്ടി ചൂട് അല്ലാഹുവിന്റെ നരകമാണ്. അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, ആ അടിമകളെ കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ. അവരെ പറ്റി പറയട്ടെ, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അവര് പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ആ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു കളയണമേ റബ്ബേ. ഇന്ന അദാബഹാ കാന ഗറാമ, അതിന്റെ ശിക്ഷ വിട്ടൊഴിയാത്തതാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറ, ആ താവളം എത്ര ചീത്തയാണ്. വമുഖാമ, ആ പാർപ്പിടം എത്ര ചീത്തയാണ്. ഖുർആനിലെ 65-ാമത്തെ ആയത്ത് വിശ്വാസികളുടെ ദുആയാണ്. ഒരു ചെറിയ ചൂട് താങ്ങാൻ പറ്റൂലെങ്കിൽ അനന്തമായ കാലത്ത്, ഇപ്പൊ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് AC സംവിധാനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിക്കുക അല്ലെ. പെരാപെരി വെയിലത്ത് നടക്കാൻ കഴിയാതെ ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നു, കുഴഞ്ഞു വീഴുന്നു, സൂര്യാതാപമേൽക്കുന്നു, ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ പ്രയാസം നേരിടുന്നു. എല്ലാ അർത്ഥത്തിലുമുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ. അതും നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ ദശലക്ഷം കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യന്റെ രശ്മികൾ ഒന്ന് അളവ് കൂടി ഇത്തിരി വന്നപ്പോഴേക്ക് അവിടെ
അവിടെയാണ് ഭീകരമായ നരകത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഈ ചൂടിലൂടെ. അതുകൊണ്ട് പുണ്യ നബിയുടെ ദുആ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. അല്ലാഹു നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് വളരെ ഭീകരമാണ്, മനുഷ്യന് അസഹനീയമാണ്, താങ്ങാവുന്നതിനപ്പുറമാണ്. കുല്ലമാൻ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഒരു തൊലി ഉരുകുമ്പോ വേറെ ഒരു തൊലി അല്ലാഹു പകരമിട്ടിട്ട് അവനോട് പറയപ്പെടുന്നു, നീ ശിക്ഷ ആസ്വദിക്കുവാൻ വേണ്ടി അല്ലാഹു ആ ഒരു സംവിധാനം നരകത്തിൽ ആവിഷ്കരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നന്മകൾ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷ തേടുക. മകളോട് പറഞ്ഞു, അതുകൊണ്ട് ഫാത്തിമ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്റെ മോളെ ഫാത്തിമ. സഹധർമ്മിണിയോടും പറഞ്ഞത് അതുകൊണ്ടാണ്. ആയിഷ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്റെ ആയിഷ. ഇതൊക്കെ ഗൗരവം ബോധ്യപ്പെടുത്തുക. ഖുർആൻ ഇങ്ങനെ പരതുമ്പോ എത്രയോ ദുആകൾ കാണാം. ഒക്കെ നരകവും നരക വിമോചനവുമായി ബന്ധപ്പെട്ട്, അതിന്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് തരണം. വിശ്വാസികളുടെ ദുആ പറയുന്നുണ്ട് ഖുർആൻ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് തരണം. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഹജ്ജിന് യാത്ര അങ്ങനെ പുറപ്പെടാൻ തുടങ്ങി. ഇന്ന ദിവസമാണ് യാത്ര എന്ന് പറയാൻ തുടങ്ങി. അവരുടെയൊക്കെ യാത്ര എല്ലാ അർത്ഥത്തിലും വിജയകരമാക്കി തീർത്ത് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ കഅബാലയത്തിന്റെ ഒരു തവാഫുണ്ടല്ലോ, ഖിയാമം വരെ തുടരുന്ന, നിർബാധം തുടരുന്ന മനുഷ്യന്റെ അകത്തളത്തിൽ നിന്ന് വരുന്ന ആ ചുറ്റലിനിടയിൽ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നീങ്ങുന്ന വിശ്വാസിയുടെ ജനസഞ്ചയത്തിന്റെ ഉള്ളകത്തിൽ നിന്ന് ഒഴുകുന്ന ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നല്ലത് തരണം റബ്ബേ, ആഖിറത്തിലും നല്ലത് തരണം റബ്ബേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. കഠിനമായ ചൂടുള്ള ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പറയുന്നുണ്ട് ഹദീസിൽ. അന്ന് വല്ലാത്ത ചൂടാണ്. അപ്പൊ നബിയുടെ ദുആ ഞങ്ങൾ ശ്രദ്ധിച്ചു. അതൊന്നുമല്ല, മറ്റൊന്നുമല്ല. അല്ലാഹുമ്മ അജിരിനി മിൻ ഹർരി ജഹന്നം, പടച്ചവനെ നരകത്തിന്റെ ചൂടിൽ നിന്ന് ഞങ്ങളെ കാക്കണം, നരകത്തിന്റെ ചൂടിൽ നിന്ന് എന്നെ കാക്കണം എന്ന് അള്ളാഹിന്റെ റസൂല് ദുആ ചെയ്യുന്നത് എപ്പോഴാന്നറിയോ? അതിശക്തമായ കാലാവസ്ഥയുടെ വിഷമത്തിന്റെ, പ്രയാസത്തിന്റെ, ചൂടിന്റെ കാഠിന്യമുള്ള ഒരു നേരത്ത്. അതൊരു സൂചനയാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. അള്ളാഹ്ക്ക് ഇത് എത്ര എളുപ്പാന്നറിയോ? മനുഷ്യനെ നരകത്തിലിടാൻ, മനുഷ്യനെ ചുട്ട് ചാമ്പലാക്കാൻ വളരെ ലളിതമാണ്. എന്തോ ഒരു അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം പോലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ നബി വന്നത് എന്തിനാണെന്നറിയുമോ? നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഈ നബി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കടന്നുപോയ നബി നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. അതിന്റെ ഗൗരവം ബോധ്യപ്പെടും. പുതിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുക. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് ചിലപ്പോൾ അറിയും. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ആളുകൾ കരണ്ടിന്റെ അടുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ പ്രയാസം നേരിടുന്നു.
രാത്രികാലങ്ങളിൽ പലയിടത്തും കരണ്ട് പെട്ടെന്നങ്ങ് പോകുന്നു, താങ്ങാൻ കഴിയുന്നില്ല. പലയിടത്തും പ്രതിസന്ധികൾ നേരിടുന്നു. ഹോർമുസ് കടലിടുക്കിനെ പറ്റി ഇങ്ങനെ വായിക്കുമ്പോ റബ്ബേ എപ്പോഴാ നമ്മളതറിഞ്ഞത്? അതുവഴിയാണ് ഇത്ര കാലം നമുക്ക് വേണ്ട ഇന്ധനം വന്നത്, നമുക്ക് വേണ്ട അന്നം വന്നത്. ലോകം ഒരു ഗ്ലോബലാണ്, ഒരു കുഗ്രാമമാണ് എന്നത് എത്രമേൽ സത്യമാണെന്ന് ചില പ്രയാസങ്ങളും വിഷമങ്ങളും ലോകത്തിന്റെ ഏത് കോണിലെത്തുമ്പോഴേക്ക് നമുക്ക് ബോധ്യമാകുന്ന ഒരു പുതിയ കാലത്ത് നരകം എത്രമേൽ ഭീകരമാണ്. അതുകൊണ്ട് അതിന്റെ ഭീകരത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഒരു ദിവസം നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ പട്ടാള കമാൻഡറുടെ മുഖത്ത് നോക്കിയതുപോലെ ഞങ്ങൾക്ക് നബിയെ തോന്നി. കഅന്നഹു മുൻദിറു ജയ്ഷ്. മുഖെപ്പോഴും പ്രസന്നമാണ്, ആനന്ദമാണ്, സന്തോഷമാണ്, ലാളിത്യമാണ്. പക്ഷെ അന്ന് കണ്ണുകൾ ചുവന്നത് ഞങ്ങൾ കണ്ടു. അവിടുത്തെ ഓരോ ആജ്ഞ കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയം തോന്നി. ഒരു പട്ടാള കമാൻഡർ പറയുന്ന ഗാംഭീര്യത്തോടെ നരകത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു. അതൊക്കെ അതിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരായത്ത് ഓതിയതാ, ബോധം കെട്ടുന്ന ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. അല്ലാഹുവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും, നരകത്തിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോഴേക്ക് ആ മനുഷ്യന്റെ മനം തകർന്നു പോയി. ഭൂതകാലത്തിന്റെ തിന്മകൾ ഓർത്തപ്പോ ഉള്ളു പടഞ്ഞു പോയി. അതാ ചരിത്രം. ഏത് മനുഷ്യൻ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമറും ഫിൽ ജന്ന, ഉമറേ നിങ്ങൾക്ക് സ്വർഗമാണെന്ന് ഈ പ്രവാചകൻ സന്തോഷം പറഞ്ഞ, ലോകത്ത് വിപ്ലവത്തിന്റെ ആമുഖം രചിച്ച, ധൈര്യത്തിന്റെ ആമുഖം രചിച്ച ഹസ്രത്തിൽ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിം. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അല്ലാഹുവിന്റെ കാര്യത്തിൽ ഭയപ്പെടാത്ത ഒരു മനുഷ്യന്റെ നാമധേയമാണ് അൽ ഫാറൂഖ് എന്ന് പറയുമ്പോ സത്യവും അസത്യവും വേർതിരിക്കുന്നവൻ എന്ന അർത്ഥത്തിനാണ് ആ നാമധേയം അദ്ദേഹത്തിന് ലഭ്യമായത് പോലും. പക്ഷെ അതിന്റെ ഗൗരവം ഭീകരതയാണ്. സഹാബിമാരൊക്കെ അങ്ങനെ ആയിരുന്നു. നരകത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ഭയം തോന്നും. ആര് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മഹത്തുക്കൾ. അപ്പൊ നമ്മളൊക്കെ കഥ അങ്ങനെ ആലോചിക്കണം, നല്ലതാണ്. തിന്മകളുടെ കൂമ്പാരവുമായിട്ട് ജീവിക്കുന്ന, ഒരു നന്മയും ജീവിതത്തിൽ വരാതെ, ഒരു നന്മക്ക് വേണ്ടിയും ശ്രമം നടത്താതെ, ഉള്ള നന്മകൾ മുടക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ, ഒരു ശക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ ഇത് ഗൗരവമാണ്. അതുകൊണ്ടാണ് ഈ ചൂടിന്റെ ഒരു ഗാംഭീര്യത്തിലും കാഠിന്യത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്രകളൊക്കെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് തണലിനെ കുറിച്ച് വല്ലാതെ പറയും ഹദീസുകളിൽ. കാരണം അവർക്കത് ബോധ്യമാണ്. തണൽ അതൊരു വഴിയാത്രക്കാരന് കിട്ടുന്ന തണൽ, മരച്ചുവടിന്റെ തണൽ. തണലിൽ വിസർജിക്കരുത്, പ്രത്യേക പരാമർശം. തണലിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്, പ്രത്യേകമായ പരാമർശം. തീരുന്നില്ല. മഹ്ശറയിൽ അല്ലാഹുവിന്റെ തണൽ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്. അല്ലാഹു 7 വിഭാഗം ആളുകൾക്ക് തണൽ കൊടുക്കും മഹ്ശറിൽ. ലാ ളില്ല ഇല്ലാ ളില്ല. അവന്റെ തണലല്ലാതെ വേറെ ഒരു തണലും വന്നില്ല. അങ്ങനെ 7 വിഭാഗത്തെ എണ്ണുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു കൂട്ടത്തിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭീകരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്